ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 ആൻഡ് NMMS യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ NMMSന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്രിസ്മസ് എക്സാമും പാരലലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ NMMSന്റെ പ്രിപ്പറേഷനും കൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മെഗാ മോക്ക് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ നിങ്ങൾ ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ബയോളജി പാർട്ടിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഓർഗാനിസത്തിൻ്റെ പേരുകൾ, ഒരുപാട് ജീവികളുടെ പേര്, സയൻറ്റിഫിക് നെയിമുകൾ, അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഓരോന്നിൻ്റെയും ഫാദർ ആരാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിതാവ് ആരൊക്കെയാണ്, അതായത് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ പിതാവ് ആര്, അതുപോലെ തന്നെ നമ്മളുടെ ബയോളജിയുടെ പിതാവ് ആര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോയി നോക്കുകയാണ്. വർഗീകരണം എന്നാണ് നമ്മൾ ചാപ്റ്റർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which one of the following is the correct set of examples under the particular group? അതായത് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ഉദാഹരണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സവിശേഷ വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് മുനീറ എന്ന് പറയുന്ന ഒരാളാണ്. മുനീറ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കിണ്ടമാണ് അല്ലേ. മുനീറ എന്ന് പറയുന്നത് ബാക്ടീരിയകളെല്ലാം ഉൾപ്പെടുന്ന ഒരു കിണ്ടാണ് മുനീറ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സൈനോബാക്ടീരിയ, അസോസ്പൈറിലം, പെൻസിലിയം എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സൈനോബാക്ടീരിയ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്, ബാക്ടീരിയ ആണ്. അസോസ്പൈറിലം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ അല്ല, പെൻസിലിയം എന്ന് പറയുന്നതും ഒരു ബാക്ടീരിയ അല്ല കേട്ടോ. പെൻസിലിയം അസോസ്പൈറിലും ഒന്നും എന്തല്ല, ബാക്ടീരിയ അല്ല. അപ്പോൾ മൊണീറയിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല എന്ത്, ഇവർ രണ്ടുപേരും ഫംഗസുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. പെൻസിലിയം അതുപോലെ തന്നെ അസോസ്പൈറിലം എന്നൊക്കെ പറയുന്നത്. സോ സൈനോബാക്ടീരിയ മാത്രമാണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്തല്ല, കറക്റ്റ് അല്ല, മൊണീറയെ കുറിച്ച് കറക്റ്റ് അല്ല. ഇനി നമുക്ക് നോക്കാം പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികളായിട്ടുള്ള യൂകാരിയോട്ടുകളാണ്. അതായത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ് നമ്മൾ പ്രൊട്ടിസ്റ്റകൾ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾസ് നമ്മൾ അമീബ വരും, യൂഗ്ലിന വരും. ഇനി ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് കേട്ടോ. ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ മൊണീറയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പും എന്തായി, റോങ് ആയിട്ടുണ്ട്. അപ്പം ഏകകോശ ജീവികളായിട്ടുള്ള പ്രോകാരിയോട്ടുകളാണ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളാണ് മൊണീറയിൽ ഉൾപ്പെടുന്നത്. അപ്പം ബാക്ടീരിയ അല്ലെങ്കിൽ ബാസിലസ് എന്നൊക്കെ പറയുന്നത് ബാക്ടീരിയ ആണ്. ഇനി ഫംഗയിൽ നോക്കാം, അല്ലെങ്കിൽ ഫംഗസുകളിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. റൈസോപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡിലൊക്കെ കാണുന്ന ബ്രെഡ് മോൾഡ് ആണ് കേട്ടോ. ബ്രെഡിൽ കാണുന്ന പൂപ്പലിനെയാണ് നമ്മൾ റൈസോപ്പസ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗസ് ആണ്. സോ ഇത് രണ്ടുപേരും ശരിയാണ്. പക്ഷെ ഫേൺ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ് എന്താ, ഫേൺ എന്ന് പറയുന്നത്. സോ കിൻഡം പ്ലാന്റയിലായിരിക്കും എന്ത് വരാം, ഫേൺ വരാം. സോ ഈ ഒരു ഫംഗൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫംഗസുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ പന്നൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി പ്ലാന്റ് നമുക്ക് നോക്കാം. മോസസ്, ആൽഗെ, അസോള. മോസസുകൾ അതുപോലെ തന്നെ ആൽഗകൾ, അസോള, ഇതൊക്കെ പ്ലാന്റയിൽ ഉൾപ്പെടുന്നതാണ്. സോ ഓപ്ഷൻ 4 എന്താണ്, ഇതിൽ റൈറ്റ് ആണ്. കാരണം പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സവിശേഷ വിഭാഗത്തെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നത് ഏതാണ്, പ്ലാന്റയാണ്. സോ ഓപ്ഷൻ 4 ആണ് എന്ത്, നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുക. കിണ്ടം ഏതാണ്, കിണ്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെയാണ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മുനീറ എന്ന് പറയുന്നത് ബാക്ടീരിയ ഉൾപ്പെടുന്നതാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ്. പ്രൊട്ടിസ്റ്റന്റെ എക്സാമ്പിൾ ആണ് അമീബ. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ ഫംഗയിൽ നോക്കുകയാണെങ്കിൽ മഷ്റൂംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫംഗയിലാണ് റൈസോബസും അതുപോലെ തന്നെ ഈസ്റ്റ് ഒക്കെ വരുന്നത്. നോൺ മൊട്ടൈലാണ് ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. പ്ലാന്റിൽ ഉൾപ്പെടുന്നത് ഓട്ടോട്രോഫിക് മൾട്ടി സെല്ലുലാർ നോൺ മൊട്ടൈൽ ഓർഗാനിസം ആണ്. ആനിമലിൽ വരുന്നത് ഹെറ്ററോട്രോഫിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ ആണ്. സോ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പാവോക്രിസ്റ്റാസിസ് ഈസ് ദ സയന്റിഫിക് നെയിം. പാവോക്രിസ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തിൻ്റെ സയന്റിഫിക് നെയിം ആണ് അല്ലെങ്കിൽ ശാസ്ത്രനാമം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പീകോക്കിന്റെ ശാസ്ത്രനാമമാണ് എന്ത്, പാവോക്രിസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ആണ് എന്ത്, നമ്മൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ നായയുടെ എന്താണ്, ക്രോയിൻ്റെ എന്താണ്, അതുപോലെ തന്നെ എലിഫന്റിൻ്റെ എന്താണെന്ന് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ ലിനേസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ
കാൾ ലിനേസിന്റെ സംഭാവന അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാൾ ലിനേസ് എന്ന് പറയുന്നത് എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആളാണ്. 2 കിങ്ഡം വർഗീകരണം രൂപീകരിച്ചത് ആരാണ്? കാൾ ലിനിയസ് ആണ്. സജസ്റ്റഡ് ദ ടാക്സോണമിക് ഹൈറാർക്കി, അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ചത് അല്ലെങ്കിൽ വർഗീകരണ തലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ കാൾ ലിനിയസ് ആണ്. ഇനി യൂസ് ദ ടേം സ്പീഷീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. സ്പീഷീസ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? നിങ്ങൾക്കറിയാം, സയന്റിസ്റ്റിന്റെ നെയിം അറിയാം, ജോൺ റേ എന്നാണ് അല്ലേ. ജോൺ റേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സ്പീഷീസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് എന്താ കാൾ ലിനിയേസിന്റെ ഇതിൽ സംഭാവനയിൽ വരാത്തത് ഓപ്ഷൻ 3 മാത്രമായിരിക്കും. ഇനി പ്രപ്പോസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? അതും കാൾ ലിനിയസ് ആണ്. സോ 1, 2, 4 എന്താണ്? കാൾ ലിനേസിന്റെ സംഭാവനയാണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണ്. 3 മാത്രമാണ് ജോൺ റേയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടാക്സൺ? ചുവടെ നൽകിയവയിൽ വർഗീകരണ തലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഷീസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതായത് വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടാക്സോണമിക് ഹൈറാർക്കി എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ടാക്സോണമിക് ഹൈറാർക്കിയിൽ എങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പം ആദ്യം വരുന്നത് എന്താണ്? ആദ്യം വരുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നത് കിങ്ഡമാണ്. കിങ്ഡം കഴിഞ്ഞ് ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ആണ് അല്ലേ. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ വർഗീകരണ തലത്തിൽ ഉൾപ്പെടാത്തത് സ്പീഷീസ് ഉൾപ്പെടുന്നുണ്ട്, ഓർഡർ ഉൾപ്പെടുന്നുണ്ട്, ക്ലാസ് ഉൾപ്പെടുന്നുണ്ട്, പോപ്പുലേഷൻ ആണ് ഉൾപ്പെടാത്തത്. സോ ഓപ്ഷൻ 4 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ജീവിഗണം അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യന്മാരുടെ ഒരു കൂട്ടത്തിനെ പോപ്പുലേഷൻ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയുള്ള സ്പീഷീസുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ജീവിഗണം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, അതായത് വർഗീകരണത്തിലെ അടിസ്ഥാന തലം ഏതാണ് അല്ലെങ്കിൽ അടിസ്ഥാന വർഗീകരണ തലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഓർഡർ നമുക്കറിയാം. ഏറ്റവും താഴെ വരുന്നത് സ്പീഷീസ് ആണ്. നമ്മളെന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിൽ സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമാണ്, ഹോമോ എന്ന് പറയുന്നത് നമ്മുടെ ജീനസ് നെയിമാണ്. അതിൽ തന്നെ നമ്മുടെ സ്പീഷീസ് ആയിരിക്കും ഏറ്റവും താഴെ അടിസ്ഥാന തലം എന്ന് പറയുന്നത്. അതിന് മുകളിൽ വരുന്നതാണ് ജീനസ്, അതിന് മുകളിൽ വരുന്ന ഫാമിലി, അതിന് മുകളിൽ ഓർഡർ, ദെൻ ക്ലാസ്, ദെൻ ഫൈലം, ദെൻ കിങ്ഡം. ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് കിങ്ഡമാണ്. അതിന് താഴെയാണ് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയുള്ള കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഏറ്റവും അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സോ സ്പീഷീസ് ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ ഉണ്ട്, സ്പീഷീസ്. സോ ഓപ്ഷൻ എ ആണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം നമ്മൾ നോക്കേണ്ടതുണ്ട്. ചൂസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ, ശരിയായ ജോഡി ചേർന്നത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജോൺ റേ കോയിൻ ദ ടേം സ്പീഷീസ്, ശരിയായിട്ടുള്ളതാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ശരിയായ ജോഡി ഇത് തന്നെ ആയിരിക്കും. ജോൺ റേ എന്ന് പറയുന്നത് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ രൂപീകരിച്ചത് ആരാണ്? കോയിൻ ദ ടേം സ്പീഷീസ് ആരാണ് ഫസ്റ്റ് ടേം ആയിട്ട് യൂസ് ചെയ്തത്? ജോൺ റേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇനി കാൾ ലിനേസ് എന്ന് പറയുന്നത് എന്താണ്? ഫാദർ ഓഫ് ടാക്സോണമി ആണ് അല്ലെ. ടാക്സോണമിയുടെ ഫാദർ ആണ് അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? നമ്മളുടെ കാൾ ലിനേസ് എന്ന് പറയുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബയോളജി ആണ്, ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഇനി ചരകൻ എന്ന് പറയുന്നത് എന്താണ്? ചരകൻ എന്ന് പറയുന്നത് ചരകൻ ആയുർവേദത്തിന്റെ അല്ലെ, ഫാദർ ഓഫ് ആയുർവേദത്തിന്റെ പിതാവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫാദർ ഓഫ് ബോട്ടണി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആരാണ്? തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ തിയോഫ്രാസ്റ്റസ് ആണ് എന്താ ബോട്ടണിയുടെ പിതാവായിട്ട് വരുന്നത്. സോ ഇവിടെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യില്ല, മാച്ച് ആവില്ല. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജിയാണ്, അതുപോലെ തന്നെ കാൾ ലിനേസ് ഫാദർ ഓഫ് ടാക്സോണമിയാണ്, ജോൺ റേ കോയിൻ ദ ടേം സ്പീഷീസ് ആണ്, അതുപോലെ തന്നെ ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്, ചരകൻ ആയുർവേദത്തിന്റെ പിതാവാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറച്ച് സയന്റിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട്, അവരുടെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ജീവികളുടെ ഒരുപാട് സയന്റിഫിക് നെയിമുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ്, അതായത് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ ഒരു NMMSന് ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ടും
ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മളെ ഫാമിങ്ങുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കാം. ഇനി നമുക്ക് ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുന്ന സമയത്ത് ഇൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്സ്, അതായത് ദ്വിനാമ പദ്ധതിയിൽ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്, അതുപോലെ തന്നെ സ്പീഷീസ് നെയിമാണ് നമ്മൾ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ്വിനാമ പദ്ധതി ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് ദ്വിനാമ പദ്ധതി എന്ത് ചെയ്തിട്ടുള്ളത്, ആവിഷ്കരിച്ചിട്ടുള്ളത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇത്. അതുപോലെ തന്നെ 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമെൻക്ലേച്ചർ. അത് കാൾ ലിനേസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതനുസരിച്ച് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. അപ്പം എല്ലാ ജീവികൾക്കും പല സ്ഥലത്ത് പല നെയിമുകളാണ്. അപ്പം ഇത് ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് കാൾ ലിനേയസ്. അപ്പം ഈ ഒരു കാര്യം എന്താ മനസ്സിലാക്കുക, അതിൽ ആദ്യത്തെ നെയിം എന്തായിരിക്കും, ജീനസ് ആയിരിക്കും, രണ്ടാമത്തെ നെയിം സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ ഏത് ഓപ്ഷൻ ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് കമന്റ് ഡൗൺ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മെഗാ മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾ NMMS എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ NMMSന് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ടിയിരിക്കണം അല്ലേ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. XNYയും KSTUവും ഒന്ന് ചേർന്നിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 24 ഡിസംബറിനാണ് ഈ മെഗാ മോക്ക് ടെസ്റ്റ് കേരളത്തിലുടനീളം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഗാ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ നമ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മെഗാ മോക്ക് ടെസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ NMMSനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ യൂട്യൂബ് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നത്. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അതുപോലെ തന്നെ നിങ്ങളുടെ NMMSന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. NMMSുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ആയിരിക്കും അറിയിക്കുന്നുണ്ടാവുക. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ.